ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 21 അധ്യായം. പഞ്ചമസ്കന്ധത്തിലെ കഴിഞ്ഞ 20 അധ്യായങ്ങൾ കൊണ്ട് ഭൂലോകമര്യാദയെ നിരൂപണം ചെയ്തു. ഇനി 3 അധ്യായങ്ങൾ കൊണ്ട് ഊർധ്വലോകമര്യാദയെ നിരൂപിക്കുന്നു. അതിൽ ഈ 21 അധ്യായത്തിൽ സൂര്യഗതി നിമിത്തം ദിനരാത്രി ക്രമേണയുള്ള ലോകഗതിയെ വിവരിക്കുന്നു. ശ്രീ ശുക ഉവാച. ഏതാവാനേവ ഭുവലയസ്യ സന്നിവേശഃ പ്രമാണലക്ഷണതോ വ്യാഖ്യാതഃ. ശ്രീ ശുകമുനി അരുൾ ചെയ്തു. ഭൂമണ്ഡലത്തിൻ്റെ കിടപ്പും ദൈർഘ്യവിസ്താരങ്ങളും ഓരോ ഖണ്ഡങ്ങളുടെ അസാധാരണ ലക്ഷണങ്ങളും ഇത്രത്തോളം കൊണ്ട് വ്യാഖ്യാനിച്ചു. ഏതേന ഹി ദിവോ മണ്ഡലമാനം തദ്വിധ ഉപദിശന്തി യഥാ ദ്വിദ്ദളയോർ നിഷ്പാവാദീനാം. ഭൂമണ്ഡലത്തിൻ്റെ വിസ്താരം 50 കോടി യോജനയാണെന്ന് മുമ്പ് പറഞ്ഞതുകൊണ്ട് ദ്യോവിൻ്റെയും വലിപ്പം 50 കോടി യോജന തന്നെ എന്ന് അറിവുള്ളവർ നിശ്ചയിച്ചിരിക്കുന്നു. കരണ്ടകം പോലെ 2 ദളങ്ങളുള്ള വസ്തുക്കളുടെ ഒരു ദളത്തിൻ്റെ വലിപ്പം തന്നെയാണ് മറ്റേ ദളത്തിനും എന്നത് സിദ്ധമാണല്ലോ. തേ അന്തരേണാന്തരിക്ഷം തതുഭയസന്ധിതം. ഭൂഗോളത്തെയും ദ്യോവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മധ്യഭാഗം എന്ന് പറയപ്പെടുന്ന അന്തരീക്ഷലോകവും അത്രത്തോളം വലിപ്പമുള്ളത് തന്നെ. എൻ മധ്യഗതോ ഭഗവാൻ സ്തപതാം പതി സ്തപന ആതപേന ത്രിലോകീം പ്രതവത്യവ ഭാസയത്യാത്മഭാസ സ ഏഷ ഉദകേന ദക്ഷിണായന വൈഷുവത സപ്നാഭിർമാന്ദ്യ ശൈക്രിയ സമാനാഭിർഗതി വിരാരോഹണാവരോഹണ സമാനസ്ഥാനേഷു യഥാസവനമഭിപദ്യമാനോ മകരാദിഷു രാശിഷു അഹോരാത്രാണി ദീർഘഹ്രസ്വസമാനാനി വിധത്തെ. അന്തരീക്ഷത്തിൻ്റെ മധ്യഗതനും പ്രകാശിക്കുന്ന ഗോളങ്ങളുടെ ചന്ദ്രാദികൾക്ക് തൻ്റെ രശ്മി നൽകി പോഷിപ്പിക്കുന്നവനുമായ ഭഗവാൻ സൂര്യൻ സ്വപ്രഭ കൊണ്ട് ത്രിലോകത്തെ പ്രകാശിപ്പിക്കുകയും ഉഷ്ണം കൊണ്ട് പ്രതിപിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്തരായണം, ദക്ഷിണായനം, വൈഷുവതം എന്നു പേർ പറയുന്ന കാലങ്ങളിൽ സൂര്യൻ്റെ ഗതികൾ മന്ദമായും ശീഘ്രമായും സമമായും ഭവിക്കുന്നു. ഏറ്റം, ഇറക്കം, സമം എന്നു പറയപ്പെടുന്ന സ്ഥാനങ്ങളിൽ അതാതു കാലത്ത് പ്രവേശിക്കുന്നു. മകരാദി രാശികളിൽ സഞ്ചരിക്കുമ്പോൾ ദിവാരാത്രികൾ ദീർഘങ്ങളും ഹ്രസ്വങ്ങളും സമങ്ങളുമായി തീർക്കുന്നു. യഥാമേഷ തുലയോർ വർത്തതേ തഥോഹോരാത്രാണി സമാനാനി ഭവന്തി യഥാ വൃഷഭാദിഷു പഞ്ചസു ച രാശിഷു ചരതി തഥാഹന്യേവ വർദ്ധന്തേ ഹ്രസതി ച മാസി മാസ്യൈകൈക ഘടിക രാത്രിഷു. ദിനരാത്രികളുടെ ദൈർഘ്യ ഹ്രസ്വതകളെ വിവരിക്കുന്നു. സൂര്യൻ മേഷ തുലാരാശികളിൽ വർത്തിക്കുന്ന സമയം ദിനരാത്രി പ്രമാണങ്ങൾ തുല്യങ്ങളാകുന്നു. എടവം മുതൽക്കുള്ള 5 രാശികളിൽ സഞ്ചരിക്കുമ്പോൾ പകൽ സമയം ദീർഘിക്കുന്നു. ഓരോ മാസത്തിൽ ഓരോ നാഴിക വീതം രാത്രി കുറഞ്ഞും വരുന്നു. വൃശ്ചികാദിഷു പഞ്ചസു വർത്തതേ തഥോഹോ രാത്രാണി വിപര്യയാണി ഭവന്തി. വൃശ്ചികം മുതൽക്കുള്ള 5 രാശികളിൽ സഞ്ചരിക്കുമ്പോൾ ദിവസപ്രമാണം കുറഞ്ഞും രാത്രി പ്രമാണം ഏറിയും വരുന്നു. യാവത് ദക്ഷിണായന മഹാനി വർദ്ധന്തേ യാവതുദകയനം രാത്രയഃ. ദക്ഷിണായനം വരെ ദിവസം അധികരിച്ചും ഉത്തരായണം വരെ രാത്രി അധികരിച്ചുമിരിക്കും. ഏവം നവകോടയ ഏകപഞ്ചാശല്ലക്ഷാണി യോജനാനാം മാനസോത്തരഗിരിപരിവർത്തനസ്യോപദിശന്തി തസ്മിന്നൈന്ദ്രീം പുരീം പൂർവസ്മാന്മേരോർ ദേവദാനീം നാമ ദക്ഷിണതോ യാമ്യാം സംയമിനീം നാമ പഞ്ചാദ്വാരുണീം നിമ്ലോചിനീം നാമ ഉത്തരതഃ സൗമ്യാം വിഭാവരീം നാമ താസു ഉദയമധ്യാന്നാസ്തമയ നിശീതാനീതി ഭൂതാനാം പ്രവൃത്തി നിവൃത്തി നിമിത്താനി സമയവിശേഷേണ മേരോശ്ചതുർദിശം. മേരു മുതൽ മാനസോത്തര പർവ്വതം വരെ ചുറ്റി സഞ്ചരിക്കുന്നതിനുള്ള ദൂരം 9,51,00,000 യോജനയാണെന്ന് അറിവുള്ളവർ നിശ്ചയിച്ചിരിക്കുന്നു. മേരുവിൻ്റെ പൂർവ്വഭാഗത്തിൽ ദേവദാനി എന്നുപേരായ ഇന്ദ്രപുരിയും തെക്കുഭാഗത്തിൽ സംയമിനി എന്നുപേരായ യമപുരിയും പടിഞ്ഞാറ് ദിക്കിൽ നിമ്ലോചനി എന്നുപേരായ വരുണപുരിയും വടക്കുഭാഗത്തിൽ വിഭാവരി എന്നുപേരായ സോമപുരിയും ഇരിക്കുന്നു. മേരുവിൻ്റെ 4 ഭാഗത്തുമുള്ള ആ പുരികളിൽ
ഉദയാസ്തമയങ്ങളുണ്ടാകുന്നു. 4 ദിക്കുകളുടെ വിഭാഗങ്ങൾ എങ്ങനെയെന്നാൽ, മേരുവിൻ്റെ ദക്ഷിണ ദിക്കിലുള്ളവർക്ക് ഇന്ദ്രപുരി നിൽക്കുന്ന സ്ഥാനം മുതൽ കിഴക്ക് മുതലായ ദിക്കുകൾ. മേരുവിൻ്റെ പടിഞ്ഞാറ് ദേശത്തിലുള്ളവർക്ക് യാമ്യ എന്ന പുരി മുതൽക്ക് പൂർവാദി വിഭാഗങ്ങൾ. മേരുവിൻ്റെ ഉത്തരദേശത്തിലുള്ളവർക്ക് വാരുണി എന്ന രാജധാനി മുതൽക്ക് പൂർവാദി വിഭാഗങ്ങൾ. മേരുവിൻ്റെ കിഴക്കുദേശത്തുള്ളവർക്ക് സൗമ്യ എന്ന പുരി മുതൽക്ക് പൂർവാദി വിഭാഗങ്ങൾ എന്നറിയണം. ഉദയം, മധ്യാഹ്നം, അസ്തമയം, അർദ്ധരാത്രി എന്നീ ക്രമത്തിൽ മേരുവിൻ്റെ 4 ഭാഗത്തിൽ ഇരിക്കുന്നവർക്കും പ്രവൃത്തികൾ ചെയ്യുവാനും വിശ്രമിക്കുവാനും ഈശ്വരനെ ഭജിപ്പാനും ലോകകാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനും ഉപകരിക്കുന്ന സമയവിശേഷം ഉണ്ടാകുന്നുവെന്ന് ഉപദേശിക്കുന്നു. തത്രാത്യാനാം ദിവസമദ്യംഗത ഏവ സദാദിത്യസ്തപതി സവ്യേന ചലൻ ദക്ഷിണേന കരോതി യത്രോദേതി തസ്യഃ സമാനസൂത്രനിപാതേ നിമ്ലോജയതി യത്ര ക്വചനസ്യന്തേനാഭിതപതി തസ്യ കൈഷ സമാനസൂത്രനിപാതേ പ്രസ്വാപയതി തത്ര ഗതം ന പശ്യന്തി ഏതം സമനുപശ്യേരൻ. മേരുവിൽ വസിക്കുന്നവർക്ക് എപ്പോഴും സൂര്യൻ മധ്യാഹ്നസ്ഥനായിട്ട് പ്രകാശിക്കുന്നു. മേരുവിൻ്റെ ഇടത്തുഭാഗത്തിൽ കൂടി ചലിക്കുന്നു സൂര്യനെങ്കിലും ദക്ഷിണാവർത്തം എന്നു പേരായ വായുവിനാൽ ജ്യോതിശ്ചക്രം ചലിപ്പിക്കപ്പെടുന്നതുകൊണ്ട് സൂര്യൻ മേരുവിനെ തെക്കുഭാഗത്താക്കി തീർക്കുന്നു. ഏതു ഭാഗത്ത് ഉദിക്കുന്നുവോ അതിൻ്റെ സമാന സൂത്ര പതനസ്ഥാനത്തിൽ അസ്തമിക്കുന്നു. ഏതൊരു ദിക്കിൽ സൂര്യൻ വിയർപ്പുജലം ഉണ്ടാവാൻ തക്കവിധം തീക്ഷ്ണമായി പ്രകാശിക്കുന്നുവോ അതിൻ്റെ സമാന സൂത്രപാദസ്ഥാനത്തിൽ അർദ്ധരാത്രിയായിരിക്കുന്നതിനാൽ അവിടെയുള്ളവർക്ക് സുഷുപ്തിയെയും ഉണ്ടാക്കി തീർക്കുന്നു. അതുവരെ സൂര്യനെ കണ്ടിരുന്നവർ മറുപുറത്ത് സഞ്ചരിക്കുന്ന സൂര്യനെ കാണാതെയിരിക്കുന്നു. അതിനാൽ അവർക്ക് നിദ്രാവസരം ലഭിക്കുന്നു. യഥാ ചൈന്ദ്ര്യാഃ പുര്യാഃ പ്രചലത്തെ 15 ഘടികാഭിർ യാമ്യാം സപാദകോടിദ്വയം യോജനാനാം സാർദ്ധദ്വാദശലക്ഷാണി സാധികാനി ചോപയാതി ഏവം തതോ വാരുണീം സൗമ്യാം ഐന്ദ്രീം ച പുനസ്തഥാ. ഇന്ദ്രപുരിയിൽ നിന്ന് ചലിക്കുന്ന സൂര്യൻ 15 നാഴിക കൊണ്ട് 2.25 കോടി 12.5 ലക്ഷം യോജന ദൂരം സഞ്ചരിച്ചിട്ട് യാമ്യ എന്ന പുരിയിലെത്തുന്നു. അവിടെ നിന്ന് വാരുണി എന്ന പുരിയിലേക്കും അവിടെ നിന്ന് സൗമ്യ എന്ന പുരിയിലേക്കും അവിടെ നിന്ന് ഇന്ദ്രപുരിയിലേക്കും ചലിക്കുന്നു. ഈ വിധം ഗതി പിന്നെയും തുടരുന്നു. അന്യേജ ഗ്രഹാഃ സോമാദയോ നക്ഷത്രൈഃ സഹ ജ്യോതിശ്ചക്രേ സമഭ്യുദ്യന്തി സഹ വാ നിമ്ലോചന്തി. ചന്ദ്രാദികളായ മറ്റു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളോടുകൂടി ജ്യോതിശ്ചക്രത്തിൽ ഉദിക്കുകയും ഒരുമിച്ച് തന്നെ അസ്തമിക്കുകയും ചെയ്യുന്നു. ഏവം മുഹൂർത്തേന 34 ലക്ഷയോജനാനി 800 സൗരോ യതസ്ത്രയീമയോസൗ ചതസൃഷു പരിവർത്തതേ പുരീഷു. ഇപ്രകാരം വേദസ്വരൂപമായ സൂര്യരഥം ഒരു മുഹൂർത്തത്തിൽ 34,800,000 യോജന ദൂരം സഞ്ചരിച്ചും കൊണ്ട് ക്രമത്തിൽ 4 പുരികളിലും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. യസ്യൈകം ചക്രം 12 ഷണ്ണേമി തൃണാഭി സംവത്സരാത്മകം സമാമനന്തി തസ്യാക്ഷോ മേരോർമൂർധനി കൃതോ മാനസോത്തരേ കൃതേതരഭാഗോ എത്ര പ്രോതം രവിരഥചക്രം തൈലയന്ത്രചക്രവത് ഭ്രമൺ മാനസോത്തരഗിരോ പരിഭ്രമതി. സൂര്യരഥത്തിന് ഒരു ചക്രമേയുള്ളൂ. അതിനെ സംവത്സര രൂപമായിട്ട് മഹാന്മാർ പറയുന്നു. 12 മാസങ്ങൾ അതിൻ്റെ ആരങ്ങൾ, 6 ഋതുക്കൾ നേമികൾ, 3 ചാതുർമാസ്യങ്ങളാൽ അതിൻ്റെ നാഭികൾ, ചക്രത്തിൻ്റെ അക്ഷം ഒരറ്റം മേരുമൂർധാവിലും ഇതരാഗ്രം മാനസോത്തര പർവ്വതത്തിലും ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ബന്ധിച്ചിരിക്കുന്ന സൂര്യരഥചക്രം എണ്ണയാട്ടുന്ന ചക്കിന് ചുറ്റും തിരിയുന്ന ചക്രം പോലെ മേരുവിനെ ചുറ്റിത്തിരിയുന്നു. തസ്മന്ഷേ കൃതമൂലോ ദ്വിതീയോഷസ്തൂര്യമാനേന സംമിതസ്ഥൈല യന്ത്രാക്ഷവദ്ധ്രുവേ കൃതോ പരിഭാഗഃ. ആ അക്ഷത്തിൽ ചക്രപ്രാന്തത്തിൽ കോർക്കപ്പെട്ടിരിക്കുന്ന പൂർവ്വഭാഗത്തോടു കൂടിയതും 1-ാമത്തെ അക്ഷത്തിൻ്റെ നീളത്തിൽ 4-ൽ 1 നീളമുള്ളതുമായ 2-മതൊരക്ഷമുണ്ട്. എണ്ണയാട്ടുന്ന ചക്കിൻ്റെ നടുവിലിട്ടിരിക്കുന്ന അക്ഷം പോലെ ഉയർത്തി വയ്ക്കപ്പെട്ടിരിക്കുന്ന അതിൻ്റെ ഉപരിഭാഗം ധ്രുവമണ്ഡലത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. 1-ാമത്തെ അക്ഷത്തിൻ്റെ ദൈർഘ്യം 1.25 കോടി 7.5 ലക്ഷം യോജനയാകുന്നു.
ധ്രുവമണ്ഡലത്തിൽ ഉപരിഭാഗത്തോടുകൂടിയ ഈ രണ്ടാമത്തെ അക്ഷത്തിന് 39,37,500 യോജന ദൈർഘ്യമുണ്ടെന്ന് കാണിപ്പാനാണ് ആദ്യത്തേതിൻ്റെ 4/1 ഭാഗം ആയാമമെന്ന് പറഞ്ഞത്. രഥനീഡസ്തു ഷട്ത്രിംശല്ലക്ഷയോജനായതസ്തുരീയഭാഗവിശാലസ്താവാൻ രവിരഥയുഗോ യത്ര ഹയാശ്ചന്ദോ നാമാനഃ സപ്താരുണയോജിതാ വഹന്തി ദേവമാദിത്യം. രഥത്തിലിരിപ്പാനുള്ള സ്ഥാനമാകട്ടെ 36 ലക്ഷം യോജന ദൈർഘ്യവും അതിൻ്റെ 1/4 9 ലക്ഷം യോജന വിസ്താരവുമുള്ളതാകുന്നു. സൂര്യരഥത്തിൻ്റെ നുകത്തിന് 9 ലക്ഷം യോജന ദൈർഘ്യമുണ്ട്. അതിൽ അരുണൻ ഗായത്രിയാദി ഛന്ദോ ദേവതകളാകുന്ന 7 കുതിരകളെ യോജിപ്പിച്ച് സാരഥ്യം വഹിക്കുകയും കുതിരകൾ ആദിത്യദേവനെ വഹിക്കുകയും ചെയ്യുന്നു. പുരസ്താത് സ വിദുരരുണഃ പശ്ചാശ്ച നിയുക്തഃ സൗത്യേ കർമ്മണി കിലാസ്തേ. സൂര്യൻ്റെ മുൻഭാഗത്തിലിരിക്കുന്ന അരുണൻ സൂര്യന് സമ്മുഖനായിരുന്നിട്ട് സൂതകർമ്മം നിർവഹിക്കുന്നു. അശ്വങ്ങൾ ഛന്ദോമയങ്ങളാകയാൽ സൂതനായ അരുണൻ സൂര്യസമ്മുഖമായിരിക്കുന്നതുകൊണ്ട് സാരഥ്യം നിർവഹിക്കുന്നത് എങ്ങനെയെന്ന് ശങ്കിക്കാൻ അവകാശമില്ലെന്നാണ് ആചാര്യാഭിപ്രായം. തഥാ വാലഖില്യ ഋഷയോങ്കുഷ്ടപർവമാത്രാഃ ഷഷ്ടിസഹസ്രാണി പുരതഃ സൂര്യം സൂക്തഭാഗായ നിയുക്താഃ സംസ്തുവന്തി. അതുപ്രകാരം തന്നെ സൂര്യൻ്റെ പൂർവ്വഭാഗത്തിൽ സമ്മുഖന്മാരായി നിയമിക്കപ്പെട്ടിരിക്കുന്ന വാലഖില്യന്മാരെന്ന് പേർ പറയപ്പെടുന്ന 60,000 ഋഷികൾ സൂര്യനെക്കുറിച്ചുള്ള സൂക്തങ്ങളാൽ സ്തുതിക്കുന്നു. ആ ഋഷികൾ പെരുവിരലിൻ്റെ പർവ്വതത്തോളം കൃശമായ ആകൃതിയുള്ളവരാകുന്നു. തഥാന്യേജ ഋഷയോ ഗന്ധർവാപ്സരസോ നാഗാ ഗ്രാമണ്യോ യാതുദാന ദേവ ഇത്യേകൈകശോ ഗണാഃ സപ്തചതുർദശ മാസീ ഭഗവന്തം സൂര്യമാത്മാനം നാനാനാമാനം പൃഥക് നാനാനാമാനഃ പൃഥക് കർമ്മഭിർദ്വന്ദ്വശ ഉപാസതേ. വാലകില്യന്മാരെ കൂടാതെ അന്യന്മാരായ ഋഷികൾ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, നാഗങ്ങൾ, ഗ്രാമണികൾ, യാതുദാനന്മാർ, ദേവന്മാർ ഇങ്ങനെ 7 ഗണങ്ങളുണ്ട്. ഓരോ ഗണത്തിൽ ഈ 2 പേരുണ്ടായിരിക്കയാൽ ആകെ 14 പേർ. ഇവർ മാസം തോറും മാറി മാറി വരും. ഓരോരുത്തരുടെയും നാമങ്ങൾ വെവ്വേറെയാകുന്നു. നാനാ നാമധേയങ്ങളുള്ള ഈ 7 ഗണങ്ങൾ നാനാവിധ കർമ്മങ്ങൾ നടത്തുന്ന ഭഗവാനും അന്തരാത്മാവുമായ സൂര്യനെ ഓരോന്നും ഭിന്ന ഭിന്നങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് ഉപാസിക്കുന്നു. ലക്ഷോത്തരം സാർദ്ധനവകോടിയോജന പരിമണ്ഡലം ഭുവലയസ്യ ക്ഷണേന സഗവ്യൂത്യുത്തരം 2,000 സ ഭുങ്ക്തേ. 9.5 കോടി 1,00,000 യോജന വിസ്താരമുള്ള ഭൂമണ്ഡലത്തെ സൂര്യൻ ഒരു ക്ഷണകാലത്തിൽ 2,000 യോജനയും 1 ഗവ്യൂതിയും ദൂരം വീതം ചുറ്റി സഞ്ചരിക്കുന്നു. 21-ാമത്തെ അധ്യായം സമാപിച്ചു. 22-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.